ഒന്നാമതായി പറഞ്ഞത് ആർക്കാണ് നോമ്പ് നിർബന്ധമാകുന്നത് എന്ന് പറഞ്ഞു. നോമ്പ് നിർബന്ധമാകുന്നവരിൽ തന്നെ ഹൈള്, നിഫാസ് പിന്നെ എന്നിവ ഉള്ളവർക്ക് നോമ്പ് ഹറാമാണ്. അവർ പിന്നീട് ഖളാ വീട്ടണം എന്നുള്ളത് അല്ലേ? ആ നിർബന്ധമായവരിൽ തന്നെ നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമായവരുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് എപ്പോൾ മുതലാണ് നോമ്പ് നോൽക്കൽ നിർബന്ധമാക്കുന്നത്? ഷാബാൻ 30 പൂർത്തിയാവുകയോ റമദാൻ മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെടുകയോ ചെയ്താലാണ് നോമ്പ് നിർബന്ധമാകുന്നത് എന്ന് പറഞ്ഞു. നോമ്പിനുള്ള ഫർദുകൾ രണ്ടെണ്ണമാണ്. ഒന്ന് നിയ്യത്ത്, മറ്റൊന്ന് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക, വർജിക്കുക എന്ന് പറഞ്ഞു. ഫർദായ നോമ്പിനുള്ള നിയ്യത്തിന് മാത്രം പ്രത്യേകമായ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഫർദ് നോമ്പിനുള്ള നിയ്യത്താണെങ്കിൽ അത് എപ്പോ ചെയ്യണം? ഫജ്റിന് മുന്നെയായി തന്നെ ചെയ്യണം. ഇതിന്റെ തലേ ദിവസം മഗ്രിബിന്റെയും ഫജ്റിന്റെയും, അതായത് ഫജ്ർ മീൻസ് സുബഹിന്റെയും സമയത്തിന് മുന്നെയായി ചെയ്യണം. സുന്നത്ത് നോമ്പാണെങ്കിൽ ഒരാള് നിയ്യത്ത് മറന്നുപോയി, ഫജ്ർ സുബഹിന്റെ ശേഷം സുബഹി വാങ്ക് കേട്ടുകൊണ്ടാണ് ഉണരുന്നത്, ആ സുബഹി വാങ്കിന്റെ ശേഷം അയാൾ നിയ്യത്ത് ചെയ്താലും എന്താകും? അയാൾക്ക് സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റും. പക്ഷേ ഒരാള് രാവിലെ ഒരു 9 മണി സമയത്താണ് നോമ്പ് നോൽക്കാൻ തീരുമാനിക്കുന്നത്, നോമ്പ് നോൽക്കാൻ വിചാരിക്കുന്നത്. 9 മണിക്ക് മുമ്പ് 6:30 7:30 സമയത്ത് അയാൾ നന്നായി ചായയും കടിയൊക്കെ കഴിച്ചിട്ടുണ്ട്. 9:30 മണിക്ക് ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ നോമ്പില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ്, അപ്പോൾ അപ്പോൾ അയാൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ല. കാരണം അയാൾ നോമ്പിൽ മുറിച്ചു കളയുന്നതായ കാര്യം ചെയ്തിട്ടുണ്ട്. പിന്നീട് അയാൾ നിയത്ത് വെച്ചാൽ നോമ്പ് കിട്ടൂല. ഈ സമയം ഉച്ച വരെ പോകും കേട്ടോ. സുന്നത്ത് നോമ്പാണെങ്കിൽ സുബഹിക്ക് മുമ്പ് തന്നെ നിയത്ത് ചെയ്യൽ നിർബന്ധമില്ല. സുബഹിക്ക് ശേഷം ഉച്ചക്ക് മുന്നെയായി തന്നെ നിയത്ത് ചെയ്താലും മതി. പക്ഷെ ഈ നിയത്ത് ചെയ്യുന്നതിന് മുന്നെയായി അയാൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ ഒന്നിലും ഏർപ്പെടാൻ പാടില്ല. അത് ഫർദ, നിർബന്ധമാണ്, ശ്രദ്ധിക്കണം. പിന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങള്, പിന്നെ നോമ്പിന്റെ പൂർണ്ണമായ നിയ്യത്ത് പറഞ്ഞു, മുറിയുന്ന കാര്യങ്ങൾ 4 പറഞ്ഞു കഴിഞ്ഞു. അതിൽ എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്. ഉണ്ടാക്കി ഛർദ്ദിക്കുക. ഒരാൾ യാത്രാവേളയിൽ താനെ വാഹനത്തിൽ ഇരുന്ന് യാത്ര പോകുമ്പോൾ ചില ആളുകൾക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരും. അങ്ങനെ ഛർദ്ദിച്ചു പോയാൽ അയാളെ നോമ്പ് മുറിഞ്ഞു പോവോ? ഇല്ല. അയാൾ ഉണ്ടാക്കി ഛർദ്ദിച്ചതല്ല, താനെ ഛർദ്ദിച്ചു പോയതാണ്. ഉണ്ടാക്കി കൈയിട്ട് കൊണ്ട് ഓക്കാനിക്കുക, അല്ലെങ്കിൽ വെറുതെ തൊണ്ട കൊണ്ട് അങ്ങനെ ആക്കിക്കൊണ്ട് ഛർദ്ദിക്കുന്നതായിട്ട് അഭിനയിച്ചു, അങ്ങനെ ഛർദ്ദിച്ചു. എന്നാൽ എന്തായി? അത് ഉണ്ടാക്കി ഛർദ്ദിച്ചു എന്ന കാരണത്താൽ അയാളുടെ നോമ്പ് ബാത്തിലാകും. തടിയുള്ള വല്ലതും തുറക്കപ്പെട്ട ദ്വാരത്തിലൂടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വായിലൂടെ കഴിച്ചാൽ മാത്രമല്ല നോമ്പ് മുറിയ, മൂക്കിലൂടെ കയറിയാലും ചെവിക്കകത്തൂടെ വെള്ളം കയറിയാലും മറ്റു ദ്വാരങ്ങളിലൂടെ വെള്ളമോ മറ്റു വസ്തുക്കളോ കയറിയിട്ടുണ്ടെങ്കിൽ എന്താകും? നോമ്പ് മുറിയുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് സുന്നത്ത് നോമ്പുകളെ കുറിച്ചാണ്. സുന്നത്ത് നോമ്പുകൾ, ഫർദ് നോമ്പ് മാത്രമല്ല, നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ് നോമ്പ് എന്നാണ്, അസ്സൗം, നോമ്പ് എന്നാണ്. അപ്പൊ ആദ്യം ഫർദിനെ കുറിച്ച് പറഞ്ഞു, ഇനി സുന്നത്ത് നോമ്പുകളെ കുറിച്ച് പറയാം. അറഫ ദിവസം നോമ്പ് സുന്നത്തുണ്ട്. അറഫ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാവരും തലക്ക് കൊടുത്ത കുത്ത് അഴിച്ചു മാറ്റാം. റാസിൻ, അഗൈൻ ആൻഡ് അഗൈൻ യു ആർ റിപ്പീറ്റിംഗ്. അതൊരു ബാഡ് ഹാബിറ്റ് ആണ്. വെറുതെ അത്യാവശ്യമില്ലാതെ അങ്ങനെ തലക്ക് കുത്ത് കൊടുത്ത് ശീലിച്ചു പോയതാണ്. ഞാൻ എപ്പോഴും എന്താണ്, നമ്മളിൽ ഓരോരുത്തരും മനസ്സിൽ ഞാൻ എന്താണ്, ഉന്മേഷവാനാണ്, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, അതുകൊണ്ട് ആ ഉന്മേഷം മറ്റുള്ളവരെ കൂടെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഇരിക്കണം. ഓക്കെ. അറഫ ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9. അറഫ ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്താണ്. ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ അറഫ ദിവസം ദുൽഹിജ്ജ മാസം 9 എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണെങ്കിൽ ഹറമിൽ മക്ക ഹജ്ജ് നടക്കുന്ന സമയമാണല്ലോ ദുൽഹിജ്ജ, ഹജ്ജിന്റെ മാസമാണല്ലോ. ഹാജിമാർക്ക് അവര് അറഫയിൽ നിൽക്കുന്നത് ചിലപ്പോൾ തിങ്കളാഴ്ചയായിരിക്കും. ചിലപ്പോ അവിടെയുള്ള അറഫ ദിവസം തിങ്കളാഴ്ചയായിരിക്കും. നമ്മുടെ നാട്ടിൽ ദുൽഹിജ്ജ 9 എന്നുള്ളത് ചൊവ്വാഴ്ചയായിരിക്കും ചിലപ്പോ. അത് ഓരോ പ്രദേശത്ത് മാസം കണ്ടതിനനുസരിച്ചാണ് ദിവസങ്ങൾ ഉണ്ടാവുക. അറബി ഡേറ്റ് ചില പ്രദേശങ്ങളിൽ ചന്ദ്രന്റെ ഉദയാസ്തമയങ്ങളിൽ വ്യത്യാസം വരുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒന്ന് രണ്ട് ഒരു ദിവസത്തിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അറബി ദിവസങ്ങളിൽ. അപ്പൊ നമ്മളിത് നോക്കേണ്ടത് അറബി ഡേറ്റ് പ്രകാരം തന്നെയാണ്.
അറഫ ദിവസം ദുൽഹിജ്ജ 9 നോമ്പ് നോൽക്കൽ സുന്നത്താണ്. മുഹറം 9, 10 മുഹറം 9-ാം തീയതിയും 10-ാം തീയതിയും നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. ഷവ്വാലിൽ 6 ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്താണ്. ഷവ്വാലിൽ 6 ദിവസം എന്ന് പറഞ്ഞാൽ ഷവ്വാൽ 1, 2 അല്ല, 1 പെടൂല. 1-ന് നോമ്പ് നോൽക്കൽ ഹറാമാണ്. കാരണം ഷവ്വാൽ 1 ചെറിയ പെരുന്നാൾ ദിവസമാണ്. അപ്പൊ ഷവ്വാൽ 2, 3, 4, 5, 6, 7 ഷവ്വാൽ 7 വരെയുള്ള ഇങ്ങനെ 6 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ ശക്തമായ സുന്നത്താണ്. ഇനി ഒരാൾക്ക് അങ്ങനെ നോൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഷവ്വാൽ മാസം പൂർത്തിയാകുന്നതിനിടയിൽ ഒരു 6 ദിവസം നോമ്പ് നോറ്റാലും സുന്നത്ത് കിട്ടും. ഇപ്പോ നിങ്ങൾക്ക് ചോദ്യം വരുമ്പോ ഈ പാഠത്തിൽ പറഞ്ഞതിൽ നിന്ന് മാത്രമേ ചോദ്യം വരൂ കേട്ടോ. നിങ്ങൾ ഒരുപാട് കേൾക്കുന്നത് കൊണ്ട് എന്തായത് ഡൗട്ടായി പോവണ്ട. എല്ലാ അറബി മാസവും 13-ാം തീയതി, 14-ാം തീയതി, 15-ാം തീയതികളിൽ നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. എല്ലാ അറബി മാസവും. അപ്പൊ റമദാൻ മാസം അത് പിന്നെ സുന്നത്ത് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. റമദാൻ 13, 14, 15 അവിടെ സുന്നത്ത് നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം റമദാൻ ഫുള്ള് എന്താണ് നോമ്പ് നോൽക്കൽ നിർബന്ധമാണല്ലോ. പിന്നെ നമ്മളവിടെ വേറെ സുന്നത്തിനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എല്ലാ അറബി മാസവും 28, 29, 30 എന്നീ തീയതികളിലും നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. എല്ലാ അറബി മാസങ്ങളിലും. ഓക്കെ. ഇനി എല്ലാ ആഴ്ചകളിലും നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. തിങ്കളാഴ്ച, വ്യാഴാഴ്ച എന്നീ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണ്. ഓക്കെ. അപ്പോ മാസങ്ങളിൽ നോമ്പ് സുന്നത്തുള്ള എന്നെല്ലാം എന്ന് ചോദിച്ചാൽ എല്ലാ അറബി മാസവും 13, 14, 15 തീയതികളിലും 28, 29, 30 തീയതികളിലും നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട് എന്ന് പറയാം. ആഴ്ചയിൽ നോമ്പ് നോൽക്കൽ സുന്നത്തുള്ള ദിവസങ്ങൾ ഏതെല്ലാം ചോദിച്ചാൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട് എന്ന് പറയാം. ഓക്കെ. ഇനി നോമ്പ് നോൽക്കൽ ഹറാമായ ദിവസങ്ങളുണ്ട്, അത് പറയാം. 2 പെരുന്നാൾ ദിവസം നോമ്പ് നോൽക്കൽ ഹറാമാണ്. അയ്യാമു തശ്രീഖ്. അപ്പൊ ഒരു പെരുന്നാൾ തിങ്കളാഴ്ച ആയാൽ അന്ന് നോമ്പ് നോൽക്കാൻ പറ്റുമോ? തിങ്കളാഴ്ച നോമ്പ് സുന്നത്തില്ലേ? മൈക്കോണാക്കൂ. 1, 2 പേർ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നവർ. അന്ന് നോമ്പ് നോൽക്കാൻ പാടില്ല. കാരണം തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിന്റെ സുന്നത്ത് എന്നുള്ളതിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആര്? ചെറിയ പെരുന്നാൾ ദിവസം അല്ലെങ്കിൽ വലിയ പെരുന്നാൾ ദിവസം എന്നത് ആ സുന്നത്തിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇതിനെതിരാകും. അപ്പൊ പെരുന്നാൾ ദിവസമാണെങ്കിൽ തിങ്കളാഴ്ചത്തെ സുന്നത്ത് നോമ്പ് എന്നുള്ള അത് അവിടെ ഉണ്ടാവില്ല, ഹറാമായിരിക്കും. നോമ്പ് നോറ്റാൽ കുറ്റം കിട്ടും. ബലി പെരുന്നാൾ ദിവസമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അയ്യാമു തശ്രീഖ് 3 ദിവസങ്ങളാണ്. അതായത് ബലി പെരുന്നാളിന് ശേഷമുള്ള 3 ദിവസങ്ങൾ. ബലി പെരുന്നാളിന്റെ ഡേറ്റ് പറയാൻ പറ്റുമോ? അറബി ഡേറ്റ്. ബലി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റാസിൻ കൈ താഴ്ത്തുക. വൈറ്റ് ബോർഡ് ഓണാക്കി. റമീൻ കൈ തട്ടിയതായിരിക്കും. ഇതാൻ കൈകൾ താഴ്ത്തുക. ഇതാ 2 കൈ ഇങ്ങനെ വെച്ചോളൂ. എന്നാ പിന്നെ കൈ വേറെ ഡ്യൂട്ടി ചെയ്യില്ല ആവശ്യമില്ലാതെ. കറാഹത്താണ്. നമ്മൾ വെറുതെ താടൊക്കെ കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കല് കറാഹത്താണ്. മടി വന്ന് കയറും, ശ്രദ്ധ കിട്ടൂല. വെറുതെ പറയുന്നതല്ല. ഞാൻ വെറുതെ പറയുകയാണെങ്കിൽ ഇങ്ങനെ എനിക്ക് പറഞ്ഞ സമയം കളയാനുള്ള ആവശ്യമില്ല. പിന്നെ അയ്യാമു തശ്രീഖ് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇനി പറയുന്നത് നല്ല ശ്രദ്ധ ഉണ്ടാവണം, ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ. ചെറിയ പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ ഷവ്വാൽ 1. ഇപ്പോൾ തന്നെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളൂ. ചെറിയ പെരുന്നാൾ ഷവ്വാൽ 1. ഷവ്വാൽ മാസം 1-ാം തീയതിയാണ് ചെറിയ പെരുന്നാൾ, അല്ലേ? ബലി പെരുന്നാളോ? ദുൽഹിജ്ജ 10. ദുൽഹിജ്ജ മാസം 10-ാം തീയതിയാണ് ബലി പെരുന്നാൾ. അയ്യാമു തശ്രീഖ് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ മാസത്തിലെ 11-ാം തീയതി, 12-ാം തീയതി, 13-ാം തീയതി ഈ 3 ദിവസങ്ങളാണ് അയ്യാമു തശ്രീഖ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരും. ഓക്കെ. അറഫ ദിവസം എന്ന് പറഞ്ഞാല് ദുൽഹിജ്ജ 9. അവിടെ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട്. ഷെക്കിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ കൃത്യമായി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഷെക്കിന്റെ ദിവസം എന്ന് പറഞ്ഞാല് റമദാൻ ആയോ ആയിട്ടില്ലേ, ഇന്ന് ഷാബാന് 30 ആണോ അല്ലെങ്കിൽ റമദാൻ മാസം കണ്ടിട്ടുണ്ടോ സംശയമാണ്. അങ്ങനെയുള്ള ദിവസം അയാൾ ഷെക്കിന്റെ ദിവസം, അതായത്
ഓക്കെ, അത് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. ഞാൻ വീഡിയോ ലിങ്ക് അയച്ചു തരണ്ട്. എല്ലാവരും എന്നോട് ചോദിക്കണം, ചോദിക്കുന്നവർക്ക് ലിങ്ക് വരുള്ളൂ കേട്ടോ, അല്ലാതെ ഗ്രൂപ്പിൽ വിടൂല. ഷെക്കിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ സംശയിക്കുന്ന ദിവസം, അതായത് റമദാൻ ആയോ ആയിട്ടില്ലേ എന്ന് സംശയിക്കുന്ന ദിവസം. ഷഅബാൻ 30 ആണോ അല്ലെങ്കിൽ റമദാൻ 1 ആയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതായ ദിവസം. ഈ ദിവസം നോമ്പ് നോൽക്കൽ ഹറാമാണ്. പ്രായം കൂടിയതിനാലോ, ഒരുപാട് വയസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം കാരണത്താലോ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തവർക്ക് നോമ്പ് നോൽക്കൽ വാജിബില്ല, നിർബന്ധമില്ല. അവർ എന്ത് ചെയ്താൽ മതി? അവർ ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം ഭക്ഷണം കൊടുക്കണം. കഴിക്കുന്ന പ്രധാന ഭക്ഷണ വസ്തുധാന്യം കൊടുക്കണം. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ എത്ര അളവ്? 800 മില്ലി ലിറ്റർ ആണ്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്റർ. 800 ലിറ്റർ അല്ല കേട്ടോ, പേടിക്കണ്ട. ഒരു നോമ്പിന് പകരമായി 800 മില്ലി ലിറ്റർ, അതായത് ഒരു ലിറ്ററിന്റെ താഴെ. ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ് ഒരു ലിറ്റർ, അല്ലേ? 1 കിലോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ഗ്രാം അല്ലേ? 500 കൂട്ടിയാൽ 1 കിലോ ആയില്ലേ? എന്നതുപോലെ 500 മില്ലി ലിറ്ററുകൾ കൂട്ടിയാൽ 1 ലിറ്റർ ആയി. കിലോ തൂക്കവും ലിറ്റർ തൂക്കവും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഒരു കിലോയുടെ ഇത് കൊള്ളുന്ന പാത്രത്തിൽ പിന്നെ കൊള്ളുന്ന എന്താണ് വസ്തു, അല്ലെങ്കിൽ അരി തൂക്കിയെടുത്തു. 1 കിലോന്റെ പാത്രത്തിൽ കൊള്ളുന്ന അരി തൂക്കിയെടുത്തു. അത് 1 ലിറ്ററിന്റെ പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ 1 ലിറ്ററിന്റെ പാത്രം നിറഞ്ഞ് പിന്നെയും കുറച്ച് അരി ബാക്കി ഉണ്ടാകും. അപ്പൊ 1 കിലോയാണ് കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അളവ് നോക്കുമ്പോൾ ലിറ്റർ തന്നെ നോക്കണം. 800 മില്ലി ലിറ്റർ ആണ് ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ. പിന്നെ അപ്പോ ഓരോ നോമ്പിനും പകരം ഓരോ മുദ്ദ് വീതം ആ നാട്ടിലെ മികച്ച ഭക്ഷ്യ വസ്തുവിൽ നിന്ന് നൽകൽ വാജിബാണ്, നിർബന്ധമാണെന്ന് പറഞ്ഞു. ഇനി രോഗം, യാത്ര തുടങ്ങിയ കാരണത്താല് നോമ്പ് നഷ്ടപ്പെട്ടവർ ഖളാ വീട്ടണം. പിന്നീട് ഖളാ വീട്ടൽ നിർബന്ധമാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, അത്താഴം കഴിക്കുക എന്നുള്ളത് സുന്നത്താണ്. അസ്തമനം ഉറപ്പായ ഉടനെ തന്നെ നോമ്പ് തുറക്കുക, അതും സുന്നത്താണ്, അല്ലെ? അതായത് സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടെന്ന് ഉറപ്പായ ഉടനെ തന്നെ നോമ്പ് മുറിക്കുക, അത് സുന്നത്താണ്. കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുക എന്നുള്ളത് സുന്നത്താണ്. കാരക്ക ഇല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക, വെള്ളം കുടിച്ചുകൊണ്ട് നോമ്പ് തുറക്കുക. തുറന്ന ഉടനെ അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്ന് ചൊല്ലുക എന്നിവ സുന്നത്തിൽപ്പെട്ടതാണ്. ഇതിന്റെ അർത്ഥം പറയാം. അല്ലാഹുമ്മ ലക സുംതു, അല്ലാഹുവേ ഞാൻ നിനക്ക് വേണ്ടി നോമ്പ് അനുഷ്ഠിച്ചു. വഅലാ റിസ്ഖിക അഫ്തർതു, നീ തന്ന ഭക്ഷണത്തിന്മേൽ ഞാൻ നോമ്പ് തുറക്കുകയും ചെയ്തു. നീ തന്ന ഭക്ഷണം കൊണ്ട് ഞാൻ നോമ്പ് തുറക്കുകയും ചെയ്തു എന്നാണ് എൻ്റെ ആശയം. ഇതെല്ലാം സുന്നത്താണ്. റമദാനിൽ തറാവീഹ് നിസ്കരിക്കൽ സുന്നത്തുണ്ട്. ഖുർആൻ ഓതൽ, ധാരാളം തവണ ഖുർആൻ ഓതൽ സുന്നത്തുണ്ട്. എഴുത്തിക്കാഫ്, പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കൽ സുന്നത്താണ്. നോമ്പ് തുറപ്പിക്കൽ, മറ്റൊരു നോമ്പുകാരെ കൊണ്ട് വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരെ നോമ്പ് തുറപ്പിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. നമ്മുടെ ശരീരത്തിലെ നാവും കാതും കണ്ണും എല്ലാം മറ്റു അവയവങ്ങൾ, ഇവയെ അനാവശ്യങ്ങളിൽ നിന്ന് സൂക്ഷിക്കുക, തെറ്റുകളിൽ നിന്ന് സൂക്ഷിക്കുക. മറ്റുള്ളവരെ കുറ്റം പറയാൻ പോകരുത്, മറ്റുള്ളവർ പറയുന്ന കുറ്റങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ പോകരുത്, അല്ലേ? ഹറാമായത് കാണാൻ പോകരുത്. ഇതിനൊക്കെ സൂക്ഷിക്കൽ. സ്വതക്ക അധികരിപ്പിക്കുക, ദാനധർമ്മങ്ങൾ കൊടുക്കുന്നത് വർദ്ധിപ്പിക്കുക, ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാകുന്നു. ക്ലാസ് കഴിഞ്ഞു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.